ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിൽ എങ്ങനെയാണ് ഇതുപോലെ നോട്ട്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ നോട്ട്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഒരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ബ്ലാങ്ക് പേജാണ്. അതിനുശേഷം ഇവിടെ ലേഔട്ടിൽ വന്നതിന് ശേഷം ഇതിൻ്റെ മാർജിൻ എടുത്ത് അതിൻ്റെ ഏറ്റവും താഴെയുള്ള കസ്റ്റം മാർജിൻസ് എന്നത് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പ്, ലെഫ്റ്റ്, ബോട്ടം, റൈറ്റ് മാർജിനുകൾ. ഇതെല്ലാം തന്നെ നമുക്ക് 0 ആക്കണം. അതിനുവേണ്ടി ഞാൻ എല്ലാം തന്നെ 0 ആക്കുന്നു. എല്ലാം 0 ആക്കി ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഇഗ്നോർ കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ മാർജിനും 0 ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇൻസേർട്ട് എന്നതിൽ വന്നതിന് ശേഷം ടേബിൾ എടുക്കുക. അതിനുശേഷം ഇതുപോലെ 4-5 കോളങ്ങൾ ഇൻസേർട്ട് ചെയ്യുക. ഇതുപോലെ 2 റോയെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. 2 കോളമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. റോ 4-5 നിങ്ങൾക്ക് ആവശ്യാനുസരണം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ കാണുന്ന ലൈൻ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ മാർജിനാണ്. എവിടെ നിന്നാണോ നിങ്ങൾക്ക് മാർജിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കണം. ഞാൻ ഇവിടെ നിന്നും ഇതുപോലെ, നിങ്ങൾക്ക് ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഇത്ര വെക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഏറ്റവും മുകളിലെ കോളത്തിൽ വന്നതിന് ശേഷം എൻ്റർ കൊടുക്കുക. ഞാനിവിടെ ഒരു 4 എൻ്റർ കൊടുക്കുന്നു. കാരണം ഇതും മാർജിനാണ്. ഇവിടെ നിന്നായിരിക്കും നമ്മുടെ നോട്ട്ബുക്ക് എഴുതി തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ലൈന്, മുകളിലത്തെ മാർജിനും ഇങ്ങനെ വരുന്ന മാർജിനും കളർ ചേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, അത് 2 ലൈനായിരിക്കും. അതിനുവേണ്ടി ആ ലൈൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ സൈസാണത്, ലൈനിൻ്റെ സൈസ്. ഞാൻ ഇവിടെ 1.5 എന്നത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ കളറ് ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും ഒരു ഐക്കൺ. അതിൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ മാർജിൻ ലൈൻ എവിടെയാണോ നിങ്ങളുടെ മാർജിൻ ലൈൻ ഉള്ളത് അത് ഇതുപോലെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ അതും വന്നുകൊണ്ടിരിക്കുന്നു. അത് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ വന്ന് ഇതിൻ്റെ റൈറ്റ് ബട്ടൺ അടിച്ച് ആദ്യം ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ റൈറ്റ് ബട്ടൺ അടിച്ച് ടേബിൾ പ്രോപ്പർട്ടീസ് എന്നത് എടുക്കുക. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടേബിൾ, നെക്സ്റ്റ് റോ. ഈ റോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിൻ്റെ റോ ഹൈറ്റ് ചേഞ്ച് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, ഇവിടെ സ്പെസിഫൈ ഹൈറ്റ് എന്നത് കൊടുക്കുക. അതിനുശേഷം ഞാനിത് കൂട്ടി കൊടുക്കുന്നു വാല്യൂ. ഞാനിവിടെ 0.3 കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ അതിനുശേഷം അത് 0.3 കൊടുത്തു. അതിനുശേഷം സെല്ലിൽ വരുന്നു. ഇനി നമ്മുടെ നോട്ട്ബുക്ക് പേജിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എവിടെയാണ് വരേണ്ടത്? ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പിലാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ മിഡിലാണ്, അതായത് സെൻറ്ററിലാണ് വരേണ്ടത്. ഞാൻ ആ സെൻറ്റർ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ നോട്ട്ബുക്ക് പേജിൻ്റെ ഇത്ര ലൈനുകളേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ലൈനുകൾ താഴേക്ക് വേണം. അതിന് ഇതുപോലെ സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ അടിക്കുക, ഇൻസേർട്ടിൽ ഇൻസേർട്ട് റോസ് ബിലോ. ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും. വീണ്ടും സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് റോസ് ബിലോ. വീണ്ടും സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് റോസ് ബിലോ. വീണ്ടും സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് റോസ് ബിലോ. ഞാനൊരു 3 കൂടെ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് റോസ് ബിലോ കൊടുക്കുന്നു. ഇപ്പോൾ അത് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലൈൻ താഴേക്ക് വേണം. അതിനുവേണ്ടി മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ പേജ് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ലൈന് ഇവിടെ നിന്നും റിമൂവ് ചെയ്യണം. അതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡിസൈനിൽ വന്നതിന് ശേഷം
ഇവിടെ ഞാൻ ഒരു ഡോട്ടഡ് ലൈൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ കളറ് ഞാൻ വൈറ്റ് ആക്കി കൊടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ സെലക്ട് ചെയ്യുന്നു. സോറി, കറക്റ്റ് ടച്ച് ആയില്ല, ഇതും പോയി കഴിഞ്ഞു. ഇപ്പോൾ നോട്ട്ബുക്കിൻ്റെ പേജ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ പേജ് നമ്പറോ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇവിടെ വരുന്നു. ഇൻസേർട്ട് ഷേപ്സിൽ വന്നതിന് ശേഷം ഈ ഷേപ്പ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിവിടെ ഡ്രോ ചെയ്യുന്നു, കുറച്ച് മുകളിലേക്ക് ആക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും വേണ്ട, നമുക്ക് ഡേറ്റ് എഴുതാനുള്ളതാണ്. അതിനുവേണ്ടി ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഷേപ്പ് ഔട്ട്ലൈൻ എന്നത് കളർ മാറ്റി ബ്ലാക്ക് ആക്കി കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഡേറ്റ് തൊട്ട് താഴെയായിട്ട് പേജ് നമ്പർ കൊടുക്കുന്നു. ഇനി ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അലൈൻ ചെയ്യാം. ഇവിടെ ഹോമിൽ വന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ റിമൂവ്, അതായത് സ്പേസ് രണ്ടും കൂടെയുള്ള സ്പേസ് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ നോട്ട്ബുക്ക് പേജ് റെഡി ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ 1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് ഇനി മിഡിലേക്ക് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്യുക. ഇതും അതേപോലെ തന്നെ നിങ്ങൾക്ക് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എവിടെയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അലൈൻ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ മൈക്രോസോഫ്റ്റ് വേർഡിൽ നോട്ട്ബുക്ക് പേജ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.